ടാറ്റ പഞ്ച് 3 നെഗറ്റീവ് പോയിൻറ്റ്സ് പറയാനാണ് ഈ വീഡിയോ. ടാറ്റ പഞ്ച് മഴക്കാലത്ത് കിട്ടുന്ന റേഞ്ച് നമുക്ക് വേനൽക്കാലത്ത് ഒരിക്കലും കിട്ടില്ല. ഒരു ഫുൾ ചാർജിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 200 മുതൽ 240 കിലോമീറ്റർ വരെയാണ്. ഷോറൂമിൽ നിന്ന് അവർ പറയുന്നത് 270 മുതൽ 280 കിലോമീറ്റർ വരെ റേഞ്ച് നമുക്ക് കിട്ടുന്നതാണ്. എന്നാൽ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും ഈ മാസങ്ങളിൽ എനിക്ക് ഈ പറഞ്ഞ റേഞ്ച് കിട്ടിയിട്ടേ ഇല്ല. മഴക്കാലം തുടങ്ങിയത് മുതൽ 280 മുതൽ 290 വരെ കിട്ടാൻ തുടങ്ങി. അതായത് ഷോറൂമുകാർ പറഞ്ഞത് 270 മുതൽ 280 വരെ ആണെങ്കിൽ എനിക്ക് 280 മുതൽ 290 വരെ ഇപ്പോൾ റേഞ്ച് കിട്ടുന്നുണ്ട്. പല എക്സ്പേർട്ടുകളുടെയും അഭിപ്രായം കേട്ടതിൽ നിന്ന് മനസ്സിലായത് വേനൽക്കാലത്ത് ബാറ്ററി കൂളാക്കാൻ വേണ്ടി വണ്ടിയുടെ AC ഉപയോഗിക്കുന്നുണ്ട്. ക്യാബിനിൽ നമ്മൾ AC ഓഫാക്കി വെച്ചാലും അത് ബാറ്ററിക്ക് വേണ്ടി AC വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഈ പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നറിയില്ല, പക്ഷേ റേഞ്ച് വ്യത്യാസം അതോ യാഥാർത്ഥ്യമാണ്. ഇനി രണ്ടാമത്തെ നെഗറ്റീവ് പോയിന്റ്, റിവേഴ്സ് ക്യാമറയുടെ പൊസിഷൻ ഇങ്ങനെ ആയതുകൊണ്ട് മേലെ നിന്നുള്ള വെള്ളം ഒലിച്ച് ഇതിൻ്റെ മേലെ വരികയും മഴക്കാലത്ത് എപ്പോഴും ബ്ലറായിട്ട് മാത്രമേ നമുക്ക് ക്യാമറയിൽ ഇമേജ് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇതിന് മുൻപ് ഉപയോഗിച്ച ഗ്രാൻഡ് ആയിട്ടാണെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. മൂന്നാമത്തെ നെഗറ്റീവ് പോയിന്റ്, ചില സമയങ്ങളിൽ ചാർജിങ് പോർട്ട് ഓപ്പൺ ആവാതെ സ്റ്റക്കായി നിൽക്കുന്നൊരു ഇഷ്യൂ ആണ്. ഇത് പഞ്ച് EV ഉപയോഗിക്കുന്ന മിക്കവർക്കും ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ഇഷ്യൂ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് AC ചാർജിങ് സോക്കറ്റ്. അതിൻ്റെ താഴെ കാണുന്നത് DC ഫാസ്റ്റ് ചാർജറിൻ്റെ സോക്കറ്റാണ്. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിങ്ങനെ നോർമലി ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടാഗ് കണ്ടോ, ആ ടാഗ് ആ ഒരു ഔട്ട്ലെറ്റിൻ്റെ ലോക്കിൻ്റെ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ നമ്മളത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ലോക്കിൻ്റെ അവിടെ വന്ന് അത് ജാം ആവുകയും പിന്നീട് നമ്മളത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ സ്റ്റക്കായിട്ട് ഓപ്പൺ ആവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ആ ടാഗിനെ നമ്മൾ താഴേക്ക് മേലെ മാറ്റി വെച്ചിട്ട് ക്ലോസ് ചെയ്താൽ ഈ ഒരു പ്രശ്നം നമുക്കുണ്ടാവില്ല. ഇതൊക്കെ വലിയൊരു ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ അല്ല. എന്നാലൊരു എഞ്ചിനീയറിംഗ് പോരായ്മയല്ലേ എന്ന് ചോദിച്ചാൽ അതെ.